അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അപ്സ്റ്റോക്കിൽ എങ്ങനെ ഡിമെറ്റ് അക്കൗണ്ട് എടുക്കുക എന്ന് നോക്കാം. അപ്സ്റ്റോക്സിന്റെ വെബ്സൈറ്റിലെത്താനുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് അപ്സ്റ്റോക്സിൽ വെബ്സൈറ്റിൽ എത്തിച്ചേരുന്നതാണ്. അവിടെ നിങ്ങൾ നമ്മുടെ ഫോൺ നമ്പർ അടിച്ചു കൊടുത്ത് നമുക്കതിൽ ലോഗിൻ അല്ലെങ്കിൽ സൈനപ്പ് ചെയ്യാം. OTP കൊടുക്കുക. അപ്പോൾ ലോഗിൻ ആവും. ലോഗിൻ അല്ല, സൈനപ്പ് ആണ് ആവുന്നത്. അപ്പോൾ നമ്മുടെ അതിൽ ഗൂഗിൾ നമ്മുടെ മെയിൽ ID കൺഫേം ചെയ്യാൻ പറയും. അപ്പോൾ മെയിൽ ID കൊടുക്കുക, അതിൽ എഗ്രി കൊടുക്കുക. അപ്പോൾ എഗ്രി കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാം. ആദ്യം തന്നെ ഫോൺ നമ്പറും മെയിൽ ID ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇതിൽ സൈനപ്പ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാക്കി നമ്മുടെ KYC കംപ്ലീറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് സൈനപ്പ് ചെയ്തിട്ടുള്ളൂ, ഇനി KYC കംപ്ലീറ്റ് ചെയ്യണം. അതായത് നോ യുവർ കസ്റ്റമർ. അതിൽ നമ്മുടെ ട്രേഡിംഗ് എക്സ്പീരിയൻസ്, നമ്മുടെ ആനുവൽ ഇൻകം, അങ്ങനെയുള്ള പിന്നെ നമ്മൾ എന്താണ് ചെയ്യുന്നത്, അതായത് ബിസിനസ് ആണോ പ്രൈവറ്റ് ആണോ അല്ലെങ്കിൽ എന്താ ജോലിയാണോ സ്റ്റുഡൻ്റ് ആണോ, അതെല്ലാം നമുക്ക് അതിലേതാണെന്ന് വെച്ച് കൊടുക്കാം. അതൊന്നും കുഴപ്പമില്ല. അതിനുശേഷം മെയിലാണോ ഫീമെയിലാണോ സിംഗിൾ മാരീഡ് അങ്ങനത്തെ ഡീറ്റെയിൽസ് ചോദിക്കും. അതിനുശേഷം നമ്മൾ ഇന്ത്യയിൽ തന്നെ ടാക്സ് അടയ്ക്കുന്ന ആളാണോ, അതുപോലെ ഫിനാൻഷ്യലി പൊളിറ്റിക്കലി അങ്ങനത്തെ കാര്യങ്ങൾ. അതിനുശേഷം നമ്മുടെ സൈൻ ഒന്ന് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യാനും പറ്റും. ഇത് ഇങ്ങനെ കൊടുക്കാനും മതി. അപ്പോൾ അങ്ങനെ കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇത് കൊടുക്കുക. നമ്മുടെ പാൻ കാർഡിൻ്റെ ഡീറ്റെയിൽസ്, അതായത് പാൻ കാർഡിൽ നമ്മുടെ പാൻ കാർഡിൻ്റെ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കൊടുക്കുക. ശേഷം നമ്മുടെ ലൈവ് സെൽഫി ചോദിക്കും. അതിനുശേഷമാണ് നമ്മൾ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യേണ്ടത്. നമുക്ക് UPI വെച്ച് ആഡ് ചെയ്യാം. പക്ഷേ അപ്പോൾ നമ്മുടെ ആ UPIയിലുള്ള ആ സിം നമ്മുടെ ഫോണിൽ ഉണ്ടാവണം. അല്ലെങ്കിൽ നമുക്ക് മാനുവലി ആഡ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ മാനുവലി നമ്മുടെ അക്കൗണ്ട് നമ്പർ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ അക്കൗണ്ട് നമ്പർ, IFSC കോഡ്, നമ്മുടെ അക്കൗണ്ടിൽ നമ്മുടെ പേര്, ഇതെല്ലാം മാച്ച് ആവണം പാൻ കാർഡായിട്ട്. അതിനുശേഷം നമുക്ക് കണ്ടിന്യൂ കൊടുത്ത് അത് വെരിഫൈഡ് ചെയ്തതിന് ശേഷം, അതായത് ഇപ്പോൾ ഇതൊക്കെ നമുക്ക് ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് നേരെ കണ്ടിന്യൂ. അപ്പോൾ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ്, അതായത് നമ്മുടെ പേരിലുള്ള അക്കൗണ്ട് അവിടെ ലിങ്ക് ചെയ്ത് കഴിഞ്ഞു. അത് വെച്ചിട്ട് നമുക്ക് അടുത്തതിലേക്ക്, അതായത് ഇനി നമുക്ക് ബാങ്ക് അക്കൗണ്ട് വെരിഫൈഡ് ആവാൻ ഒരു ദിവസം എടുക്കും. അപ്പോൾ ഇതിൽ നമുക്ക് നമ്മുടെ ഇങ്ങനെ എമൗണ്ട് എത്രയാണ് വരുന്നത്, അതൊക്കെ ചാർജുകൾ എത്രയാണ് വരുന്നത് എന്നൊക്കെ കാണിക്കും. കണ്ടിന്യൂ കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് IPO അതുണ്ടാവും. അത് നമ്മൾ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ആഡ് ചെയ്യണം. അതായത് ഇൻട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ. അപ്പോൾ നമ്മൾ കറൻസിയും കമ്മോഡിറ്റീസും നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ അത് വേണ്ട, അല്ലെങ്കിൽ എല്ലാം കൊടുക്കാം. അപ്പോൾ FNO ഓപ്പൺ ആക്കണമെങ്കിൽ നമ്മൾ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കണം. അതായത് ഇതിൽ അപ്ലോഡ് ചെയ്യണം. 6 മാസത്തെ, കറക്റ്റ് 6 മാസത്തെ. അതായത് ഇന്നിപ്പോൾ ഏതാണ് ദിവസം എന്ന് വെച്ചാൽ അതിന് തൊട്ട് മുൻപുള്ള 6 മാസം കറക്റ്റായിട്ട് നമ്മളിതിൽ ആഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഞാനതിപ്പോൾ ചെയ്തിട്ടില്ല, നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതേപോലെ തന്നെ നേരെ കൊടുക്കുക. അതിപ്പോൾ ഞാൻ പിന്നെ കൊടുക്കാവുന്നതാണ്. അതുപോലെ നോമിനിയും ഞാൻ ആഡ് ലെറ്ററാണ് കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങളുടെ ഒരു വൈഫിൻ്റെയോ അച്ഛൻ്റെ അമ്മയുടെ ആരുടെ പേരാണെന്ന് വെച്ചാൽ കൊടുത്ത്, അല്ലെങ്കിൽ സ്പൗസിൻ്റെ പേര് കൊടുത്ത് നിങ്ങൾക്ക് ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൽ വരുന്നത്. അതിനുശേഷം നമ്മുടെ ആപ്ലിക്കേഷൻ പ്രിൻ്റ് ചെയ്യുന്നത്, അതായത് പ്രിൻ്റല്ല, ആപ്ലിക്കേഷൻ സൈൻ ചെയ്യുന്നത് നമ്മുടെ ആധാറിൻ്റെ OTP വെച്ചിട്ടാണ്. സൈനിങ് ആണ് വരുന്നത്. അത് നമുക്ക് OTP കൊടുത്ത് വെരിഫൈ OTP കൊടുത്താൽ നമ്മുടെ ആപ്ലിക്കേഷനിൽ സൈൻ ഡോക്യുമെൻ്റായി, നമ്മൾ സൈൻ ചെയ്തിട്ടുള്ള ഡോക്യുമെൻ്റ് ആയിട്ടുണ്ട്. അതായത് ആപ്ലിക്കേഷൻ ആധാറായിട്ട് വെരിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് കഴിഞ്ഞ് ആപ്ലിക്കേഷൻ അതിന് ശേഷം 48 മണിക്കൂർ കഴിഞ്ഞാൽ ഇത് ആക്ടിവേറ്റ് ആവും. അപ്പോൾ നമുക്ക് ഫണ്ട് ആഡ് ചെയ്ത് നമുക്ക് ട്രേഡ് ചെയ്ത് തുടങ്ങാൻ പറ്റും.